വചനവീഥിയിലൂടെ ഫാദർ ജെ.ബി. പുത്തൂർ. വിശുദ്ധ ലൂക്കാ രചിച്ച നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. അധ്യായം 21, 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ. വിധവയുടെ കാണിക്ക. അവൻ കണ്ണുകൾ ഉയർത്തി നോക്കിയപ്പോൾ ധനികർ ദേവാലയ ഭണ്ഡാരത്തിൽ നേർച്ചയിടുന്നത് കണ്ടു. ദരിദ്രയായ ഒരു വിധവ 2 ചെമ്പുതുട്ടുകൾ ഇടുന്നതും അവൻ കണ്ടു. അവൻ പറഞ്ഞു, ദരിദ്രയായ ഈ വിധവ മറ്റെല്ലാവരെയും കൂടുതൽ നിക്ഷേപിച്ചിരിക്കുന്നു എന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. എന്തെന്നാൽ അവരെല്ലാവരും തങ്ങളുടെ സമൃദ്ധിയിൽ നിന്ന് സംഭാവന ചെയ്തു. ഇവളാകട്ടെ തന്റെ ദാരിദ്ര്യത്തിൽ നിന്ന് ഉപജീവനത്തിനുള്ള വക മുഴുവനും നിക്ഷേപിച്ചിരിക്കുന്നു. എന്തു ചെയ്തു എന്നതിനേക്കാൾ ചെയ്യുന്നതിന്റെ ഉദ്ദേശശുദ്ധിയാണ് കൂടുതൽ ശ്രദ്ധേയം. ദേവാലയം സന്ദർശിക്കുന്നതിനായി യേശു ജെറൂസലത്ത് ഒരിക്കലെത്തിയതായിരിക്കാം. ദേവാലയത്തിന്റെ വഴിപാട് മണ്ഡപത്തിൽ വലിയ തിരക്ക് യേശു ശ്രദ്ധിച്ചു. അവിടെ വഴിപാട് മണ്ഡപത്തിൽ ധനികരായിട്ടുള്ള വിശ്വാസികൾ തങ്ങളുടേതായിട്ടുള്ള നേർച്ചകാഴ്ചകൾ അർപ്പിക്കുന്നത് യേശു നിരീക്ഷിച്ചു. അവരുടേതായിട്ടുള്ള പൊങ്ങച്ചവും മേന്മയും പ്രകടമാക്കുന്ന വിധത്തിലായിരുന്നു അവരുടെ പ്രകടനം യേശുവിന്റെ മുമ്പിൽ. അതിനിടയിൽ ദരിദ്രയായ ഒരു വൃദ്ധ വലിയ ആദരവോടുകൂടെ വഴിപാട് മണ്ഡപത്തെ സമീപിക്കുകയും തന്റെ കൈവശമുണ്ടായിരുന്ന 2 ചെമ്പുതുട്ടുകൾ ഭവ്യതയോടുകൂടെ ആ വഴിപാട് മണ്ഡപത്തിൽ സമർപ്പിക്കുകയും ചെയ്യുന്നതും യേശു നിരീക്ഷിച്ചു. ആ സ്ത്രീയുടെ എല്ലാമായിരുന്ന സമ്പാദ്യമായിരുന്നു ആ ചെമ്പു നാണയം എന്നതാണ് യേശുവിന്റെ നിഗമനം. ഇത് രണ്ടും ശ്രദ്ധിച്ചതിന് ശേഷം യേശു ശിഷ്യന്മാരോടായിട്ട് പറയുന്നു, മക്കളെ, നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഇവിടെ ധനികരായിട്ടുള്ള വിശ്വാസികൾ നേർച്ചയും വഴിപാടും സമർപ്പിക്കുന്നു. എന്നാൽ അവരെക്കാൾ കൂടുതൽ തുക, കൂടുതൽ ദൈവത്തിന് സ്വീകാര്യമായ രീതിയിൽ സമർപ്പിച്ചത് തീർത്തും ദരിദ്രയായ ഈ വൃദ്ധയാണ് എന്ന് യേശു ശിഷ്യന്മാർക്ക് വൃദ്ധയെ പരിചയപ്പെടുത്തി കൊടുത്തുകൊണ്ട് പറയുന്നു. ശിഷ്യന്മാർക്ക് അതിന്റെ പൊരുള് മനസ്സിലാക്കാൻ സാധിക്കാതെ അന്താളിച്ചു നിൽക്കുന്നത് കണ്ടപ്പോൾ യേശു കൂടുതൽ വ്യക്തമാക്കുകയാണ്, ധനികരായിട്ടുള്ള വിശ്വാസികൾ അവരുടെ സമ്പത്തിന്റെ ഒരു ഭാഗം ആയിരിക്കണം അവർ കാഴ്ചയായിട്ട് സമർപ്പിച്ചത്. എന്നാൽ ഈ ദരിദ്രയായിട്ടുള്ള ഈ വൃദ്ധ തനിക്കുള്ളത് മുഴുവൻ തന്റെ ഉപജീവനത്തിനായി മാറ്റിവെച്ചിരുന്ന ആ ചെറിയ തുക പോലും വഴിപാടായിട്ട് സമർപ്പിക്കാനുള്ള സന്നദ്ധത ആ വൃദ്ധയ്ക്കുണ്ടായി. ദൈവം എപ്പോഴും ശ്രദ്ധിക്കുന്നത് എന്തുമാത്രം പ്രവർത്തിക്കുന്നു എന്നതിനേക്കാൾ ആ പ്രവർത്തിക്കുന്നതിന്റെ ഉദ്ദേശശുദ്ധി, മനസ്സിന്റെ ഭാവം, ഹൃദയ നൈർമല്യം, വിശ്വസ്തത, ഇതൊക്കെയാണ് ദൈവം കൂടുതൽ ശ്രദ്ധിക്കുന്നത് എന്ന് നിങ്ങൾ ജീവിതത്തിൽ പഠിച്ചെടുക്കണം എന്ന് അവരെ പഠിപ്പിക്കുന്ന ഒരവസരമായിട്ട് യേശു ഇതിനെ മാറ്റുന്നതായിട്ടാണ് നാം കാണുന്നത്.